ബിനോയ്, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് അങ്ങനെ കേരളത്തെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് കാണുന്നില്ല. പ്രത്യേകിച്ചും ഈ പൗരത്വ ഭേദഗതി നിയമചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള 2014 മുമ്പുള്ള കുടിയേറ്റക്കാരെ സംബന്ധിച്ചാണുള്ള നിയമം വരുന്നത്. പക്ഷേ അത് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ നിലവിലുള്ള വിവരങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോൾ അങ്ങനെ ആ രീതിയിൽ ആരെയും ഈ സംസ്ഥാനത്ത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എങ്കിൽ പോലും പൗരത്വത്തിന് മതം ഒരു അടിസ്ഥാന ഘടകമാക്കുന്നതിന് രണ്ട് കൈയും കെട്ടി അതിനെ അംഗീകരിക്കാൻ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾക്ക് LDF-നും UDF-നും സാധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ഏത് രീതിയിലുള്ളൊരു പ്രക്ഷോഭത്തിലേക്കാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം വരും ദിവസങ്ങളിൽ വ്യക്തമാകേണ്ടതുണ്ട്. കൂടുതൽ ശക്തമായൊരു പ്രക്ഷോഭ പരിപാടികളിലേക്കാണോ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ നീങ്ങേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. LDF-നെ സംബന്ധിച്ചാണെങ്കിൽ BJP-യെ എതിർക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിൻ്റെ ഒരു മൃദു സമീപനം അവർ പല വേദികളിലും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ UDF ആകട്ടെ ഇതിനെ പ്രതിരോധിക്കുന്നത് കഴിഞ്ഞ CAA സമരകാലത്ത് എടുത്ത കേസുകളിൽ എത്ര എണ്ണം പിൻവലിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ എന്ത് ആത്മാർത്ഥതയുണ്ട് എന്നുള്ളൊരു ചോദ്യമുയർത്തി UDF-ഉം ഒരു പ്രതിരോധം തീർക്കുകയാണ്. അതേസമയം തന്നെ BJP ആകട്ടെ ഇത് കേരളത്തെ ബാധിക്കുന്ന ഒരു വിഷയമല്ല, അതേസമയം തന്നെ ഇത് നമുക്ക് നടപ്പാക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു വാദവും BJP-യുടെ ഭാഗത്തുനിന്നും ഉയരുമ്പോൾ വരും ദിവസങ്ങളിൽ സംസ്ഥാന രാഷ്ട്രീയം ഏത് രീതിയിലായിരിക്കും CAA ചുറ്റിപ്പറ്റി നീങ്ങുക? ലബീഷ്, ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ ഭാഗത്ത് തന്നെ തുടങ്ങാം. മതം അടിസ്ഥാനമാക്കിയിട്ട് പൗരത്വം നൽകുന്നതിന് എതിരെയാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും CPM കോൺഗ്രസിനേക്കാൾ ഒരു പടി കൂടി മുന്നോട്ട് പോയിക്കൊണ്ടാണ് ഈ പൗരത്വ നിയമ ഭേദഗതി ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി വന്നിരിക്കുന്നത്. കാരണം ഇത് കേരളത്തിൽ ബാധകമല്ല എന്ന് പറയുമ്പോഴും CPM-ന് വലിയ വേരോട്ടം മറ്റു സംസ്ഥാനങ്ങളിലില്ല എങ്കിൽ പോലും ഇതിനെ ഒരു രാജ്യവ്യാപകമായ ഒരു പ്രചരണ അജണ്ടയാക്കി മാറ്റുവാൻ CPM ശ്രമിക്കുന്നുണ്ട്. കാരണം ഇതിനകത്ത് പുരോഗമന ചിന്താഗതിക്കാരായ പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെയുള്ള CPM പോലുള്ള പ്രസ്ഥാനം ഇത്തരം ഈ പൗരത്വ നിയമ ഭേദഗതി ബില്ലിനെതിരെ മൗനം പാലിക്കുകയാണെങ്കിൽ അവരുടെ പുരോഗമന ചിന്താഗതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു നിലപാട് CPM-നും CPI-ക്കും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിവിധ തരത്തിൽ CPM-ന്റെ പോഷക സംഘടനകളെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ ചർച്ചകൾ തന്നെ വരുന്ന സമയത്ത് ആദ്യമായി സുപ്രീം കോടതിയെ സമീപിക്കുന്നതും സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന നിയമസഭ അന്ന് ഒരു പ്രത്യേക പ്രമേയം ഇരു മുന്നണികളും പങ്കെടുത്തുകൊണ്ടൊരു പ്രമേയവും പാസ്സാക്കിയിരുന്നു. അത്തരത്തിൽ ഈ മതം അടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം CPM, CPI പോലുള്ള പുരോഗമന ചിന്താഗതിയുമായി മുന്നോട്ട് പോകുന്ന സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നു. അതേസമയം കോൺഗ്രസും ഒരു പടി പോലും പിന്നോട്ട് പോകുന്നില്ല. കോൺഗ്രസ് ഉന്നയിക്കുന്നത് രണ്ട് പാർട്ടികളുടെയും ലക്ഷ്യം പ്രധാനമായും ന്യൂനപക്ഷ വോട്ടുകൾ തന്നെയാണ്, പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള വോട്ടുകൾ. അത് നമ്മൾ തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് തന്നെ പല സമയങ്ങളിലായി ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദപ്രതിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളുമൊക്കെ നമ്മൾ കണ്ടതും കേട്ടതുമൊക്കെയാണ്. അത്തരത്തിൽ ഈ CAA-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇത്തരത്തിൽ രാഷ്ട്രീയപരമായി വലിയ ആരോപണങ്ങൾക്കും പ്രത്യാരോപണങ്ങൾക്കും വഴിവെക്കും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം CPM പറഞ്ഞു വെച്ചതും. കാരണം പലപ്പോഴും യോജിച്ചുള്ള ഇത്തരത്തിൽ സംസ്ഥാനത്തെ മാത്രമല്ല ദേശീയ തലത്തിലുള്ള ഒരു വലിയ വിഷയത്തിനെതിരെ പ്രതിഷേധിക്കുവാൻ കോൺഗ്രസ് ഒറ്റയ്ക്ക് മാറി നിൽക്കുന്നത് ശരിയല്ല. LDF-നൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സംയുക്തമായ ഒരു ശക്തമായ പ്രതിഷേധം വേണം എന്ന നിലപാട് ഉന്നയിക്കുന്നത് തന്നെ തങ്ങൾക്ക് ഇക്കാര്യത്തിൽ, അതായത് CPM-ന് ഈ പൗരത്വ നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ചേരിതിരിവില്ല, രാഷ്ട്രീയ വിവേചനമില്ല, ഇതിനെ ഒറ്റക്കെട്ടായി എതിർക്കണം എന്നുള്ള ഒരു കാര്യം തന്നെയാണ് CPM മുന്നോട്ട് വയ്ക്കുന്നതും. അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയ അജണ്ടയും അങ്ങനെ തന്നെയാണ്. അത്തരത്തിലാണ് മറ്റ് ആളുകളിലേക്ക് പറഞ്ഞു വെക്കുന്നതും. കോൺഗ്രസ് ആകട്ടെ മറ്റൊരു നിലപാടെടുക്കുന്നത് ഇത്തരത്തിലാണ്. കാരണം കഴിഞ്ഞ സമയത്ത് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ പല ഭാഗങ്ങൾ, പ്രത്യേകിച്ച് മലബാർ മേഖലയിലൊക്കെ വലിയ തരത്തിൽ പ്രതിഷേധങ്ങളുണ്ടായി. പ്രതിഷേധങ്ങളുടെ ഭാഗമായി മുസ്ലിം സംഘടനാ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വലിയ തരത്തിലുള്ള കേസുകൾ, ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ചുള്ള കേസുകളൊക്കെ ചാർജ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 839 കേസുകളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പക്കലുള്ളത്. അതിൽ 35 ചെറിയ കേസുകൾ മാത്രമാണ് പിൻവലിച്ചിട്ടുള്ളത്. ഈ കേസുകൾ പിൻവലിക്കാതെ വീണ്ടും ഒരു സമരരംഗത്തേക്ക് അല്ലെങ്കിൽ പ്രതിഷേധ പരിപാടികളുമായി വീണ്ടും രംഗത്തെത്തുമ്പോഴേക്കും അത് മറ്റൊരു തരത്തിൽ വീണ്ടും കൂടുതൽ കേസുകൾ എത്തുന്നു. അത് CPM ഇത്തരത്തിൽ കേസുകൾ പിൻവലിക്കുന്നതിന് മന്ത്രിസഭയിൽ സമ്മർദ്ദം ചെലുത്താത്തതിൻ്റെ പിന്നിൽ ഒരു ഇരട്ടത്താപ്പുണ്ടെന്ന് കോൺഗ്രസും പറഞ്ഞു വയ്ക്കുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം വെൽഫെയർ പാർട്ടിയും ഉൾപ്പെടെയുള്ള സംഘടനകൾ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയപ്പോൾ അവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ DYFI നടത്തിയ മാർച്ചിൽ കേസെടുത്തില്ല എന്നൊരു ആരോപണം ഇപ്പോൾ തിരുവനന്തപുരത്ത് നിലനിൽപ്പുണ്ട്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇതിനകത്ത് വ്യക്തമായ ഒരു രാഷ്ട്രീയം കൂടി കലർത്തിക്കൊണ്ടുള്ള ഒരു
കലർത്തിക്കൊണ്ടുള്ള പ്രതിഷേധവുമായി തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. കൃത്യം പറയുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കുണ്ടായ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ വലിയ പരാജയത്തെ ഒരുപക്ഷെ ഇത്തരം മുസ്ലിം സമുദായങ്ങളിൽ നിന്നുള്ള സഹായത്തോടു കൂടി കൂടുതൽ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയും എന്നൊരു ചിന്ത കൂടി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയ തരത്തിൽ കോൺഗ്രസിനെയും UDF-നെയും ഒക്കെ ആക്രമിക്കുന്നത്. എന്നാൽ കോൺഗ്രസ് ആകട്ടെ ഇവരുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ തീരുമാനങ്ങൾക്കൊപ്പം ഉറച്ചു നിന്നുകൊണ്ട് അവർക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണയും കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല ഒരുപക്ഷെ ഒരു പടി കൂടി കോൺഗ്രസ് മുന്നിലേക്ക് പോയിരിക്കുന്നു. കാരണം കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എല്ലാം ഇന്ന് രാജ്ഭവന് മുന്നിൽ എത്തിക്കും. അവിടെ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രതിഷേധ ധർണയുണ്ടാകും. കോൺഗ്രസിൻ്റെ കേരളത്തിലുള്ള പ്രമുഖരായ എല്ലാ നേതാക്കന്മാരും പങ്കെടുക്കണമെന്നുള്ള അറിയിപ്പും നൽകിക്കഴിഞ്ഞിരിക്കുന്നു. അവരൊക്കെ തലസ്ഥാനത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 10:30 മണി മുതൽ ഏകദേശം 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന KPCC നിർവാഹക സമിതിയും രാഷ്ട്രീയകാര്യ സമിതിയുമുണ്ട്. അതിനുശേഷമായിരിക്കും നേതാക്കൾ ഒരുമിച്ച് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി പിന്നീട് പ്രതിഷേധ ധർണ നടത്തുക. എന്തായാലും ഇത്തരത്തിൽ ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ബില്ലിൻ്റെ വിജ്ഞാപനത്തിൽ അല്ലെങ്കിൽ സമീപകാലം ഇനി വരാൻ പോകുന്ന പ്രതിഷേധങ്ങൾ വളരെ ചെറുതായിരിക്കത്തില്ല. ഒരുപക്ഷെ ഇതിന് ആശയപരമായും അതുപോലെ തന്നെ ശക്തമായ സമരങ്ങളുമായി തന്നെ മുന്നോട്ട് പോകും മുന്നണികളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വരും തെരഞ്ഞെടുപ്പിൽ ഇതൊരു വലിയ ചർച്ചയാക്കുവാൻ LDF-ഉം UDF-ഉം ശ്രമിക്കുകയും ചെയ്യും. ലബീഷ്. ബിനോയ് സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് KPCC-യുടെ ഒരു നേതൃയോഗം ചേരുകയാണല്ലോ. രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾക്കൊപ്പം KPCC ഭാരവാഹികളും DCC അധ്യക്ഷന്മാരും ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രചരണം തന്നെയാണോ മുഖ്യ അജണ്ട ഉള്ളത്? അതോടൊപ്പം തന്നെ മറ്റ് നിരവധി വിഷയങ്ങളും കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലുണ്ടല്ലോ.